കണ്ട അവിടുന്ന് ഇവിടുന്നൊക്കെ ഒച്ച ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഏരിയയിൽ നിന്നുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ ഫൈറ്റ് ചെയ്യുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകേണ്ടിയിരുന്ന 144 നമ്പർ ബസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. കാരണം നമ്മൾ നടന്നു വന്നപ്പോൾ അവിടെ ബ്ലോക്ക് വന്നായിരുന്നു, റെഡ് വന്നായിരുന്നു. ഈ സൈഡിൽ മുഴുവൻ പൂക്കൾ, വെള്ള പൂക്കളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാം. അതുപോലെ തന്നെ അത് ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിലൊരു കലക്കൻ ലേക്ക് കാണാം. നമുക്ക് ഇപ്പുറത്തുള്ള ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മനോഹരമല്ലേ, അടിപൊളിയായിട്ടില്ലേ. ഇച്ചിരി കൂടെ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത് ആക്ച്വലി ലൈറ്റ് പിങ്കാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ലൈറ്റ് പിങ്കാണ് ഐറ്റം. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. കണ്ടോ. ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലാൻഡ്സുട്ടിയിൽ നിന്ന് മ്യൂണിക്ക് പോകുന്ന ഒരു ട്രെയിനിലാണ്. അപ്പം മ്യൂണിക്കിലും സ്പ്രിങ്ങായിട്ട് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒന്നും പ്ലാൻഡ് അല്ല. നമ്മൾ ചിലപ്പം BMW മ്യൂസിയത്തിൽ ഒന്നുകൂടെ പോകുമായിരിക്കും, ചിലപ്പം ചെറി ബ്ലോസം കാണാൻ പോകുമായിരിക്കും, ട്യൂലിപ്സ് കാണാൻ പോകുമായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുറത്ത് നല്ല അടിപൊളി ഒരു നദി ഒഴുകുന്നത് നമുക്ക് കാണാമായിരുന്നു. അവിടെ നമുക്കൊരു യെസ് ബാങ്ക് വരുന്ന കാണാം, ഒരു റെഡ് കളർ ട്രെയിൻ. Reise mit dem Donau-Isar-Express von DB Regio Bayern. Auf Wiedersehen. Aufstieg in Fahrtrichtung rechts. Next stop, Munich Main Station. This train terminates there. All passengers are requested to leave the train. We would like. അങ്ങനെ നമ്മൾ മ്യൂണിക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. ഞാൻ വന്നത് ഈ ട്രെയിനിലാണ്, ഈ ലാൻഡ്സുട്ട് പസൗ ഈ ട്രെയിനിലാണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മൾ മ്യൂണിക്ക് സെൻട്രൽ സ്റ്റേഷനിലുണ്ട്. ഇപ്പുറത്ത് നമുക്കൊരു ആലക്സ് ട്രെയിൻ കാണാം. ഇത് ചെക്ക് റിപ്പബ്ലിക്കിന് പോകുന്ന ട്രെയിനാണ്. ഇതാണ് മ്യൂണിക്കിലെ ബ്രഹ്മാണ്ഡ റെയിൽവേ സ്റ്റേഷനാണ്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഓൾമോസ്റ്റ് ഒരു 33-34 പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉള്ള ഒരു വലിയ ട്രെയിൻ സ്റ്റേഷനാണ് മ്യൂണിക്കിൽ. ഇനിയിപ്പം ഒളിമ്പിയ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായാലും ബാക്കി വിശേഷം മുന്നേ പോയിട്ട് കാണാം. ഇവിടെ നമുക്ക് കാണാം നിരന്ന് കിടക്കുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇത് നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആണ്, നല്ല തിരക്കുണ്ട്. നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഒളിമ്പിയ പാർക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ U7 എടുക്കണം, അല്ലെങ്കിൽ U1 എടുക്കണം. അത് ഊബാൻ എന്ന് പറയും. അതായത് മെയിനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അത് സബ്വേ ആണ്. നമുക്ക് പോകേണ്ട U കയറിയാലും U7 കയറിയാലും നമുക്കെത്തും. അപ്പം നമുക്കിവിടെ സ്റ്റെപ്പുണ്ട്. U7 ാണ്. ഫ്രണ്ടിലൊരു കപ്പിൾ ഒരു പട്ടിയെ കൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഏത് റൈറ്റ് സൈഡിലോട്ട് മാറി നിൽക്കണം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഓടിപ്പോകേണ്ട ആൾക്കാർക്ക് ലെഫ്റ്റിൽ കൂടെ ഓടിപ്പോവാം. അതുപോലെ തന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എസ്കലേറ്റർ ഇവിടെ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തി. പ്ലാറ്റ്ഫോം 3-യിലൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ്.
അപ്പുറത്തൊരു ട്രാക്കുകൾ രണ്ട് മൂന്ന് ട്രക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ട്രെയിൻ വരേണ്ടത് ഈ സൈഡിലാണ്. ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പുറത്ത് വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ട്, U2 വന്നിട്ടുണ്ട്. അപ്പുറത്ത് അങ്ങേയറ്റത്ത് വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. നമുക്ക് ട്രെയിൻ വരാനുള്ളത് ഈ പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാണ്. നമുക്കിനി ഇവിടുന്ന് സ്റ്റോപ്പിലെത്തിയിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കണം. ഇവിടുന്ന് ബസ് പിടിക്കണം. നമ്മുടെ കണക്ഷൻ കിട്ടിയത് അങ്ങനെയാണ്. നമ്മൾ ഊബാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു ട്രാം കണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാമിന് ബ്ലൂ കളറാണ്. പിന്നെ ഇപ്പോൾ നമ്മളിത് സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നമുക്കിവിടെ സിറ്റി കൂടെ റൗണ്ട് അടിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകണം നേരെ ഫ്രണ്ടിൽ കാണുന്നത്. പക്ഷെ നമുക്കിവിടെ ട്രാഫിക് ആയതുകൊണ്ട് ആ ബസ് കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്നു. കിട്ടാൻ ചാൻസ് കുറവാണ് ആ ബസ്. ഇവിടെ ഒരു സൈഡിലൊരു ട്രാം കിടക്കുന്നു. ഫുള്ള് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് നല്ല തിരക്കാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു 2 ഡോർ മിനി കൂപ്പർ കിടപ്പുണ്ട്. നമുക്ക് ഗ്രീൻ കിട്ടിയപ്പോൾ നമ്മുടെ ബസ് പോയി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകേണ്ടിയിരുന്ന 144 നമ്പർ ബസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. കാരണം നമ്മൾ നടന്നു വന്നപ്പോൾ അവിടെ ബ്ലോക്ക് വന്നായിരുന്നു, റെഡ് വന്നായിരുന്നു. അതുകൊണ്ട് അത് പോയി. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി നോക്കുകയാണ്. ട്രാം കാണിക്കുന്നുണ്ട്, പക്ഷേ ട്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 8 മിനിറ്റ് നമുക്ക് നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബസ് എടുക്കേണ്ടത്. ഇനി 144 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുവരെ നമ്മളിവിടെ നിൽക്കുകയാണ് വെയിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയേക്കാണ്. ഈ ബസ്സിലൊരു 10-12 മിനിറ്റ് യാത്രയുണ്ട്. കാരണം നമുക്ക് ഇന്ന് കിട്ടിയ കണക്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മൾ വന്ന ടൈമും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോസ്റ്റ് കിട്ടിയത്. ബസ് മിസ്സാവുകയും അങ്ങനെയൊക്കെ. അല്ലാതെ നോർമലി മ്യൂണിക്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വരുന്നു, ബസ് കിട്ടുന്നു, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടുന്നു, ട്രാം കിട്ടുന്നു, ആ ഒരു വൈബാണ്. എപ്പോഴും ഭയങ്കര ഓണായിട്ടുള്ള സിറ്റിയാണ്. എപ്പോഴും റഷ് എന്ന് തന്നെ പറയാം. നമ്മുടെ കൊച്ചിയൊക്കെ പോലെ എപ്പോഴും ഓണാണ്, എപ്പോഴും ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു നൈസായിട്ടുള്ളൊരു സിറ്റിയാണ് മ്യൂണിക്ക്. നമ്മളിപ്പം ഈ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സിറ്റിയിലെ കാഴ്ചകളും അങ്ങനത്തെ ഒരുപാട് നല്ല ബിൽഡിങ്ങുകളും ഒരുപാട് കടകളും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സിറ്റിയാണ് മ്യൂണിക്ക്. ഞാൻ ശരിക്കും മ്യൂണിക്ക് യഥാർത്ഥത്തിൽ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഒരു തവണ നമ്മുടെ ഒക്ടോബർ ഫെസ്റ്റിൻ്റെ സമയത്താണ്, അതും രാത്രിയിലായിരുന്നു കാണിച്ചത്. ഇത് പകലത്തെ ഒരു മ്യൂണിക് ലൈഫാണ് ഞാനിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാടൊന്നും കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം കറൻലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒളിമ്പിയ പാർക്കിലേക്കാണ്. ഒളിമ്പിയ പാർക്ക് കഴിഞ്ഞിട്ട് മ്യൂണിക്കിലെ മെയിനായിട്ടുള്ള എന്തൊക്കെയാണ് മരിയൻ പ്ലാറ്റ്സോ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഗാർഡൻ, BMW. അപ്പം ഇന്നൊരു ദിവസം കാണിക്കാൻ പറ്റുന്നത്രയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. വീഡിയോ ഒരുപാട് ലെങ്തി പോവുകയാണെങ്കിൽ 2 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പം മുന്നോട്ടേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ബസ്സിൽ ഇറങ്ങി. കാരണം ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച സ്റ്റോപ്പിലല്ല, അതിന് മുന്നത്തെ ഒരു സ്റ്റോപ്പിൽ നമ്മൾ ബസ് ഇറങ്ങി. ഇവിടെ നിന്നുള്ള ആ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സൈഡിൽ മുഴുവൻ പൂക്കൾ, വെള്ള പൂക്കളായിട്ട് അടിപൊളിയായിട്ടുണ്ട്.
അത് ഞാൻ അങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാം. അതുപോലെ തന്നെ അത് ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിലൊരു കലക്കൻ ലേക്ക് കാണാം നമുക്ക്. പക്ഷേ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നൈസൊരു ലേക്ക്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഓ എൻ്റെ പൊന്നോ, പൊളി. ഒരു യഥാർത്ഥ ഒരു യൂറോപ്യൻ കൺട്രിയുടെയൊക്കെ ഒരു വൈബ് നൈസായിട്ടുണ്ട്. മൊത്തത്തിൽ നൈസ്. ഞാൻ നടക്കുന്ന ഒരു പോട്ട് കണ്ടോ, ഫുള്ള് പച്ചപ്പും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നൈസായിട്ടുള്ള ലേക്കും ഒക്കെ ആയിട്ട്. ബാക്കിൽ നമുക്ക് ഒളിമ്പിയ പാർക്കിൻ്റെ ടവർ കാണാൻ പറ്റും. നമ്മൾ ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അയ്യോ, എന്നാ അടിപൊളിയല്ലേ! ഈ ക്യാമറയിൽ ഈ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ വിഷ്വലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ലേക്ക് വന്നിട്ട് അതിമനോഹരമായിട്ടാണ്. എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് ഇതാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഇത് ഭയങ്കര അതിമനോഹരമാണ്. സൈഡിലെല്ലാം പൂക്കളും ഒക്കെ ആയിട്ട് നൈസായിട്ടുണ്ട്. നമ്മളിത് ഇവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണുള്ളത്. ഇതിപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ എന്തോ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പുള്ളി കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. കണ്ടു. അടുത്തത് ഇവിടെ ഇവർ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കണ്ടോ, എല്ലാവരും കണ്ട അവിടുന്ന് ഇവിടുന്നൊക്കെ ഒച്ച ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഏരിയയിൽ നിന്നുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ ഫൈറ്റ് ചെയ്യുകയാണ്. ഈ പരിസരത്തുള്ള സകലമാന പക്ഷികളും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കാക്കകൾ തൊട്ട് എല്ലാ പക്ഷികളും ഇവിടെ ഉണ്ട്. എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ പറന്ന് വരിക. കണ്ട അടിയാണ്. ഇവിടെ പൊരിഞ്ഞ അടിയാണ് ഗൈസ്. ഇവിടെ പൊരിഞ്ഞ അടിയാണ് ഈ പക്ഷികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവര് ഭക്ഷണം കൊടുത്തതാണ്. ഫുൾ അടിയാണ്. ഫ്ലവേഴ്സ്. ഈ പരിസരത്ത് മൊത്തം പൂക്കളാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട തടാകത്തിന് ഇപ്പുറത്തുള്ള ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മനോഹരമല്ലേ, അടിപൊളിയായിട്ടില്ലേ. അങ്ങ് ദൂരെ നമുക്ക് ഒളിമ്പിയ പാർക്കിൻ്റെ ടവർ കാണാം. നമുക്ക് ഈ കാണുന്ന വഴികളിൽ കൂടാണ് അങ്ങോട്ട് നടന്ന് എത്തേണ്ടത്. അങ്ങ് ദൂരെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത BMW മ്യൂസിയം കാണാം. ചിലപ്പോൾ ഞാൻ ഇന്ന് ഒന്നും കൂടെ ആ BMW മ്യൂസിയത്തിൽ കയറുമായിരിക്കും, ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്തൊരു ഭംഗിയല്ലേ. മുട്ടക്കുന്നുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടല്ലേ കിടക്കുന്നത്. നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതിയും കണ്ടുകൊണ്ട്. ഇവിടുത്തെ ബ്രിഡ്ജിലും ലവ് ലോക്കുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു കലക്കനായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അതുപോലെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ലോക്കുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. കണ്ട, വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോകുന്നു. ഈ കാണുന്ന വഴികളിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷേ ഭയങ്കര മനോഹരമായിട്ടുണ്ട്.
എന്താ പറയണ്ട, നമ്മൾ ആ ഒരു മുട്ടക്കുന്നൊക്കെ പോലത്തെ ആ ഒരു രീതിയിൽ ഈ ഭാഗം അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൂടെ നമുക്ക് റിലാക്സ് ചെയ്യാം, നടക്കാം. കുറേ പേര് സൈക്കിളിൽ ചെയ്യുന്നു, സൈക്കിളെ ഓട്ടുന്നു. ഇതിൻ്റെ ഈ ചെറിയ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ സൈക്കിളെ ഓട്ടുമ്പം അത് എന്നാ പറയണ്ട, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് വഴി പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് മുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഐ മീൻ ഇവിടെ ഒരു ചെറിയൊരു കുന്നുപോലെ ഞാൻ കാണിച്ചില്ലേ ഇപ്പോൾ, അതിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇന്ന് സീരിയസ്ലി ഇത്ര നല്ല വെതർ കിട്ടിയതുകൊണ്ടാണ് എനിക്കിത്ര അടിപൊളിയായിട്ട് ഈ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ കയറി ഈ ഹൈക്ക് മുകളിലെത്തുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള വ്യൂസ് നമുക്ക് കിട്ടും. ഇതിൽ കൂടെ കയറിയാലോ? ഇവിടുന്ന് ഇങ്ങനെ കയറി പോന്നു. ഇനിയുണ്ട് മുകളിലോട്ട് കയറാൻ. ഇവിടെ ഒരു കുന്ന് കാണാം. ഫുൾ അടിപൊളിയാണ്. നമ്മുടെ മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലൊക്കെ പണ്ട് കാണിച്ചിരിക്കുന്ന ആ യൂറോപ്പിൻ്റെ ആ ഒരു ഭംഗി, അത് കാണണമെങ്കിൽ നിങ്ങൾ സമ്മറിലോ അല്ലെ സ്പ്രിങ്ങിലോ വരണം. അവിടുന്ന് ഓരോരുത്തരൊക്കെ ഓടിക്കളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നു. അടുത്താണ് എയർപോർട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേം പോകാം. ഇവിടെ ഒരു ഹൈക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ കയറിയാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. കയറി നോക്കാം. നമ്മൾ ഹൈക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഈ കുത്തിക്കയറ്റം കയറാം. നല്ല കലക്കനായിട്ട് വെയിലുമുണ്ട്, കാറ്റുമുണ്ട്. ഈ ഭാഗത്ത് എല്ലായിടത്തും നമുക്ക് പച്ചപ്പ് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയേക്കാണ്. നമുക്ക് BMW മ്യൂസിയത്തിൻ്റെ ടവർ കാണാം. അതുപോലെ തന്നെ ഒളിമ്പിയ പാർക്കിൻ്റെ ടവർ കാണാം. ചുറ്റിനും പച്ചപ്പും കാണാം. നൈസായിട്ടുണ്ട്. അങ്ങ് കാണുന്നതാണ് BMW മ്യൂസിയം. മൊത്തത്തിൽ അടിപൊളി സ്ഥലം. എന്താ പറയണ്ടത്, ഫുള്ള് പച്ചപ്പ്. ആ ഏരിയയിൽ ഫുൾ നമുക്ക് മ്യൂണിക്ക് സിറ്റി എല്ലാം കാണാം. ചുറ്റിനും മ്യൂണിക്ക് സിറ്റി തന്നെയാണ്. മ്യൂണിക്ക് സിറ്റിയുടെ ഒരു സെൻട്രൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇതിലാണ് ഈ അതിമനോഹരമായിട്ടുള്ള പാർക്കുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്ക് ഇറങ്ങി പോകണം എന്നൊന്നും പ്ലാനൊന്നുമില്ല. നമുക്ക് നേരെ താഴേക്ക് പോകാം, എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങും. അങ്ങനെ കുറേ നേരത്തെ ഇവിടുത്തെ നടപ്പിന് ശേഷം നമ്മളെ നിങ്ങൾക്ക് കാണാം, ബാക്കിൽ ഫുള്ള് മൊട്ടക്കുന്നുകളാണ്. അങ്ങനെ കുറേ നേരത്തെ നടപ്പിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ജപ്പാനിലല്ല, നമ്മളിപ്പോൾ ഉള്ളത് മ്യൂണിക്കിലാണ്. മ്യൂണിക്കിലെ ചെറി ബ്ലോസം
പൂത്ത് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ലൊക്കേഷനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ചെറി ബ്ലോസമാണ്. എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്, ഇത് കിടിലനാണ്. ഇത് ഫുൾ ആൾക്കാർ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനുണ്ട്. നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒളിമ്പിയ പാർക്ക്. നിങ്ങൾക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, സെറ്റപ്പായിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും സ്പ്രിങ്ങിനെ വരവേൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇത് ആക്ച്വലി ഈ ഏരിയയിൽ നല്ല രീതിയിൽ ചെറി ബ്ലോസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുന്നോട്ട് ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകുന്നതനുസരിച്ച് ഇനി ഇച്ചിരിയും കൂടെ കൂടിയ ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ടുള്ള ചെറി ബ്ലോസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ ഇത്ര ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാലും ഇവിടെ ഒരു ഉത്സവം പോലെയാണ് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, നല്ല രസമുണ്ട് ഇതിൻ്റെ താഴെ വന്നിരിക്കാനും ഒക്കെ ആയിട്ട്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ലൈറ്റ് പിങ്കാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ലൈറ്റ് പിങ്കാണ് ഐറ്റം. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. കണ്ടോ, ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒളിമ്പിയ പാർക്കിൻ്റെയും നമ്മൾ കണ്ട ചെറി ബ്ലോസത്തിൻ്റെയും എല്ലാമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് BMW-ൻ്റെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇത് ആക്ച്വലി ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കയറിയിട്ട്. പക്ഷേ ഇവിടം വരെ വന്നതല്ലോ, ഒന്നും കൂടെ ഇതിനകത്ത് കയറാൻ വേണ്ടിയും ആ വണ്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയും BMW വെൽറ്റിലും BMW മ്യൂസിയത്തിലും കയറാൻ പറ്റുവാണെങ്കിൽ രണ്ടിലും കയറും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ മ്യൂണിക്കിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.